ഹലോ, വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കുറച്ച് ദിവസം ലാഗായിപ്പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ചധികം ദിവസമായി കേട്ടോ. പക്ഷേ എഡിറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് സമയം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്ത് തീരാൻ കഴിയില്ല. വീഡിയോ എടുക്കാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല, പക്ഷെ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനാണ് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും ഹെഡിങ്ങിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു സൺഡേയിലെ ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സൺഡേ എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ്, ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ പൊതുവേ ഒരു കാമായിട്ടാണ് കൊണ്ടുപോകാൻ നോക്കൽ. സാറ്റർഡേ ആണ് ക്ലീനിങ് ഡേ. അപ്പോൾ അന്നത്തെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെ ഗിവ് അവേൻ്റെ കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നാട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആയിക്കോട്ടെ അത്. അപ്പോൾ ആ കാര്യമൊക്കെ ഞാൻ വഴിയേ പറയാം. ആരും സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഇതാ നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് നല്ല മഴയാണല്ലേ. ഈ മഴയത്ത് നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാനും തോന്നില്ല, പക്ഷെ നല്ല വിശക്കും ചെയ്യും. അപ്പോൾ പിന്നെ ഇതാ വൈകുന്നേരം നമ്മൾ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞ് കുറച്ചധികം സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയ സമയത്താട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഫ്രോസൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ ദിവസം ഇങ്ങനെ ഇന്ന് പൊരിക്കാം നാളെ പൊരിക്കാമെന്ന് കരുതി ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും അതാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉണ്ടാക്കാൻ നല്ല മടിയുണ്ട്, പക്ഷെ നല്ല വിശക്കൊന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ലൊരു ചൂട് കട്ടൻ്റെ കൂടെ പുറത്തിരുന്നിട്ട് മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ അതേതായാലും അകത്താക്കാമെന്ന് വിചാരിച്ചു. ഈ മഴയായാൽ പിന്നെ അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു മടിയാണ്. പുതപ്പിനുള്ളിൽ നിന്ന് ഇറങ്ങാനേ തോന്നില്ല. എന്നാൽ നല്ലോണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും വേണം, നല്ല വിശപ്പും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വിടാം. ഇത് നാത്തൂൻ്റെ മോളാണ്, കേശിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന പൗച്ച് ഞങ്ങളൊരു ദിവസം മാക്ഡൊണാൾഡ്സ് പോയ സമയത്ത് കേശ് അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. വീട്ടിൽ നിന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിലിടാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഇവർ മഴത്ത് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ അവരെ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ റേക്കനൊന്ന് ഉറക്കി. അതിനുശേഷം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ബുക്സൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതിന് ഷോർട്സ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുന്നേ നല്ല വായനാശീലം ഉണ്ടായിരുന്നു. 1ഉം 2ഉം ബുക്കൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അത് മാക്സിമം ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ആ 2 ബുക്സും കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ച് കൊണ്ടേ കൊടുക്കും, എന്നിട്ട് വേറെ എടുത്തുകൊണ്ട് വരും. അതായിരുന്നു പരിപാടി കേട്ടോ. ഇപ്പം അങ്ങനെ വായിക്കലൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഖദീജ എന്ന് പറഞ്ഞ ബുക്ക് അത്രയും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷോർട്സ് വഴി വൈറലായപ്പം ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് വായിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം കുറച്ച് സമയമായപ്പോൾ തന്നെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് മഗ്‌രിബിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമുക്ക് ഡിന്നർ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. കുറച്ച് തലേദിവസത്തെ ചോറും പിന്നെ അതുപോലെ തന്നെ തക്കാളി കൂട്ടാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കി കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ കറികളൊന്നും നന്നായിട്ട് ഉണ്ടാക്കില്ലല്ലോ. ഇതുപോലത്തെ കറികൾ തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാകും, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ഡിന്നർ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ റേക്കൻ്റെ കാര്യങ്ങളൊക്കെ തീർത്ത് അവളൊന്ന് സെറ്റാക്കി ഉറക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ ഞാൻ മാക്സിമം നേരത്തെ ഉറക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പം റേക്കനെ കേശൊക്കെ ചെറുതാകുന്ന സമയത്ത് 7:30-8 മണീൻ്റെ ഉള്ളിലായിട്ട് ഉറക്കലുണ്ട്. റേക്കനെ 8 മണി ഈ ഒരു സമയം തന്നെ ഏകദേശം. പക്ഷെ ചില ദിവസം ചില കാരണങ്ങളാൽ നീണ്ടു പോകുന്നല്ലാണ്ട് മാക്സിമം ഞാൻ ആ സമയത്ത് തന്നെ കുട്ടികളെ വേഗം ഉറക്കാൻ ശ്രമിക്കും കേട്ടോ. അത് കുട്ടികളെ ബ്രെയിൻ ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ നമുക്കും കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ഒരു മീ ടൈം എന്നുള്ള രീതിയിലൊക്കെ കിട്ടാനും ഏറ്റവും നല്ലതാണ് കേട്ടോ കുട്ടികളെ മാക്സിമം നേരത്തെ ഉറക്കുക എന്നുള്ളത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡിന്നർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എനിക്ക് ഹെൽപ്പറും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിന്ന് ഡിന്നറിന് ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പം ബീഫൊക്കെ കുറച്ചധികം നമുക്ക് കിട്ടിയൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ബീഫ് എല്ലില്ലാത്ത പീസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഗറ്റി വിത്ത് മീറ്റ് ബോൾസ് ആണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ലേഡി ആൻഡ് ദ ട്രാം എന്നാണ് കാർട്ടൂൺ ഉണ്ടല്ലോ. നമ്മൾ ചെറുപ്പത്തിലെ ആ ഒരു സമയത്ത് അത് കാണുന്ന ടൈമിലേ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് എങ്ങനെ ആയിരിക്കും ഇത് കഴിക്കാനുണ്ടാവും. കാരണം നമ്മൾ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ഫുഡേ അല്ല സ്പെഗറ്റിയും അതുപോലെ മീറ്റ് ബോൾസും. പിന്നെ ഇത് ബീഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഹൃദയമിടിപ്പോട് കൂടിയാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിക്കൻ വെച്ചിട്ട് ഒരുവിധം എല്ലാ പരീക്ഷണങ്ങളും നടത്തലുണ്ടെന്നുണ്ടെങ്കിലും ബീഫ് വെച്ചിട്ട് അങ്ങനെ ഞാൻ പരീക്ഷിക്കാറില്ല. കറി വെക്ക് വരട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലില്ലാത്ത പീസ് ബീഫ് മിൻസ് ചെയ്തെടുക്കാൻ കേട്ടോ. കാരണം നമുക്കിവിടെ മിൻസ്ഡ് ബീഫൊന്നും കിട്ടില്ല, അവർക്കൊക്കെ റെഡിമെയ്ഡായിട്ട് കിട്ടും പുറത്തുള്ള കൺട്രീസിലൊക്കെ. അപ്പോൾ ഞാൻ ബീഫ് എല്ലില്ലാതെ മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ അത് മിൻസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസറിൽ നമുക്ക് മിൻസിങ് നടക്കും, മീറ്റ് മിൻസിങ് നടക്കും എന്നറിയാം, പക്ഷെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബീഫ് മിൻസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്ത വേവിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാസ്ത വാങ്ങിക്കാൻ പോയപ്പോൾ ഓഫറിലുണ്ടായിരുന്ന സ്പെഗറ്റിയാണ്. അപ്പോൾ അന്ന് അങ്ങനെ വാങ്ങിച്ചു വെച്ചതായിരുന്നു കേട്ടോ ആ ഒരു സ്പെഗറ്റി. അപ്പോൾ ആ സമയത്തെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ബീഫും കൂടി കിട്ടിയപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബീഫ് മിൻസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കയ്യോടെ ആ ഒരു പ്രോസറിൻ്റെ പാർട്സൊക്കെ കഴുകി വെക്കുകയാണ്. കാരണം ബീഫ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചേക്കാൻ തോന്നിയില്ല എനിക്ക്. അപ്പോൾ പെട്ടെന്ന് അതുപോലെ തന്നെയാണ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് മീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. മീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിൻസ് ചെയ്തെടുത്ത ഒരു ബീഫ് ഉണ്ടല്ലോ, അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹെൽപ്പർ ഉണ്ടല്ലോ അവിടെ. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതുക്കിയത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി നുറുക്കിയതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഫ്ലോപ്പ് ആവുമോ അങ്ങനെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച സമയത്ത് ഞാനിതാ സ്പെഗറ്റി അതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പാസ്ത നമ്മൾ നോർമൽ മക്രോണി ഉണ്ടല്ലോ ആ സെയിം സംഭവമാണ്. അത് നീളത്തിൽ ഏകദേശം നൂഡിൽസ് പോലെ വരും. സ്പെഗറ്റി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, ഞാൻ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് സാധാരണ നോർമലി നമ്മൾ എങ്ങനെയാണോ പാസ്ത വേവിക്കുക അല്ലെങ്കിൽ ആ പാക്കറ്റിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അതിനനുസരിച്ച്. നോർമലി നമുക്കൊരു 12 മിനിറ്റാണ് പാസ്ത കറക്റ്റ് വേവ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു എൽഡൻ്റെ ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു 12 മിനിറ്റ് തന്നെ കറക്റ്റായിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഗിവ് അവേൻ്റെ കാര്യത്തിലേക്ക് കിടന്നാലോ. അപ്പോൾ ഗിവ് അവേ ആയിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡിന്നർ സെറ്റാണ് കേട്ടോ. ഡിന്നർ സെറ്റ് എന്ന് പറയുമ്പം സെല്ലോ, നോൾട്ട അല്ലെങ്കിൽ ബൊറോസിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഒരു 32 അല്ലെങ്കിൽ 34 പീസ് ഡിന്നർ സെറ്റാണ് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. കൊടുക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഹാൻഡിൽ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് പോയിട്ട് അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ സെയിം വീഡിയോ നിങ്ങളുടെ 3 ഗ്രൂപ്പിലേക്ക്, ഫാമിലി ഓർ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും കൂടി ഷെയർ ചെയ്ത് വെക്കാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യുക. പിന്നീട് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡേറ്റ് നോക്കും, വിന്നർ ആയതിനു ശേഷമാണോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കൂ കേട്ടോ. ഇനി വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ റാൻഡമായിട്ട് കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള 3 ലോങ് വീഡിയോസ്, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുന്നേ ചെയ്തിട്ടുള്ള 3 ലോങ് വീഡിയോസ് ഉണ്ടല്ലോ, അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫും പിന്നെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഈദ് മെനു ഐഡിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ 3 വീഡിയോസ്, അതിൻ്റെ 3ൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കമൻറ്റ് വെച്ചിട്ടായിരിക്കും ഞാൻ കമൻറ്റ് പിക്കറിൽ പിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ വീഡിയോസിന് കമൻറ്റ് ഇടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് കമൻറ്റ് ഇടാം കേട്ടോ. അത് ഞാൻ റാൻഡമായിട്ട് ആ ഒരു സമയത്ത് സെലക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വിന്നർ സെലക്ഷൻ നമുക്ക് ലൈവായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ലാ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് സൺഡേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 1 വീക്ക് ഗിവ് അവേ ആണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും 3 സിമ്പിൾ സ്റ്റെപ്പാണ്. ജസ്റ്റ് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഫാമിലിയിലും 3 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ മുന്നത്തെ 3 വീഡിയോസിൽ കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ജെന്യുവൻ വ്യൂവർ അല്ലെങ്കിൽ അർഹയായ ഒരാൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് മീറ്റ് ബോൾസിലേക്ക് തിരിച്ചു വന്നാലോ. അപ്പോൾ നമ്മളിതിൽ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് ഞാൻ ആ ഒരു മിക്സ്ഡ് ഹെർബ്സ് ആട്ടോ, പിസ്സ ഹെർബ്സ്, അതായത് ഒറിഗാനോ, ബേസിൽ, പാസ്ലി, ഇതിൻ്റെ ഡ്രൈഡ് ഹെർബ്സ് അത് ചേർക്കുക. പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ ഫ്ലേവറിനായിട്ട്, അത് ഓപ്ഷണലാണ് കേട്ടോ.
പക്ഷേ മിക്സ്ഡ് ഹെർബ്സ് എന്തായാലും ചേർക്കാം കേട്ടോ, അതാണ് ആ ഒരു ഫ്ലേവറിങ് ഏജൻറ്റ്. ഇനി എരിവിനായിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചതും പിന്നെ നമുക്കിതെല്ലാം കൂടി കമ്പൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് അതും കൂടി ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലൊരു മാവ് പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ബീഫ് ഇഷ്ടമുള്ളവർക്കും ബീഫ് വെച്ചിട്ട് വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ എന്തായാലും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്പെഗറ്റി എടുത്തു എന്നുള്ളൂ, അതിന് പകരം നിങ്ങൾക്ക് മക്രോണിയോ ഏതൊരു പാസ്ത വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ മനസ്സിൽ ഒരിക്കലും വിചാരിക്കാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബീഫ് ബോൾസിന്. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കനിൽ എന്തായിട്ടും പരീക്ഷിക്കും, പക്ഷേ ബീഫിൽ അങ്ങനെ വെറൈറ്റി പരീക്ഷിക്കാത്തതുകൊണ്ടും ഞാൻ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കാറില്ല കേട്ടോ ബീഫ് വെച്ചിട്ട് അധികം ഐറ്റംസ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ബേജാറുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷേ നല്ല കിഡു സാധനം കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത്രയും കുറച്ച് സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ ആണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇനി നമ്മൾ അതെല്ലാം കൂടി ഒരു മീഡിയം സൈസ്ഡായിട്ടുള്ള ബോളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് വലുതാക്കും വേണ്ട, ഒരുപാട് ചെറുതാക്കുകയും വേണ്ട കേട്ടോ. എന്നിട്ട് എല്ലാം നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ആ ഒരു ബോൾസ് ഇട്ട് കൊടുക്കുക. ശേഷം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് പിന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കോരിയെടുക്കുക കേട്ടോ. കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ മീറ്റ് ബോൾസ് അവിടെ റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ 2 സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു മാരിനാര സോസ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീറ്റ് ബോൾസ് പൊരിക്കുന്ന അതിൽ നിന്ന് തന്നെ സെയിം ഓയിൽ കുറച്ച് ഇതിലേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. അതിൻ്റെ കൂടെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. പിന്നെ നമ്മൾ ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട. വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗിവ് അവേയിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയാം. കാരണം ആർക്കാണ് ഭാഗ്യം ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ഒരു ഓയിലിലേക്ക് ഞാനിതാ വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി മൂത്ത സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. നല്ല 3 വലിയ പഴുത്ത തക്കാളി നന്നായിട്ട് മിക്സിൻ്റെ ജാറിൽ അടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കുക, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ മിക്സി കുലുക്കിയിട്ട് ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് തിളപ്പിച്ച് ഈ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ച വെള്ളം വറ്റിച്ചിട്ട് അത്രയും വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു തക്കാളി നല്ല വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് സൈഡായിട്ട് ഞാനിതാ അവിടെ നമ്മൾ ബീഫ് ബോൾസ് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതാ സെക്കൻഡ് ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഈ ഒരു സെയിം രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു മാരിനാര സോസ് ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കുക, സ്പൈസ് ലെവൽ കുറവാണ് മതി എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഓക്കെ ആയിരുന്നു കേട്ടോ, ഒരു ഓവർ സ്പൈസി ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ചേർക്കുന്ന ആ ഒരു മിക്സ്ഡ് ഹെർബ്സും കൂടി ചേർക്കാം കേട്ടോ. ഈ ഒരു മിക്സ്ഡ് ഹെർബ്സ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു ഡിഷിൻ്റെ ഫ്ലേവറിങ് ഏജൻറ്റ്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ഹെൽപ്പർ കൂടെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സ്പെഗറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സെർവിങ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോസ് ഓൾമോസ്റ്റ് വറ്റി റെഡിയായി വരുമ്പം അതിലേക്ക് കുറച്ച് ഷുഗർ കൂടി ചേർത്തിട്ട് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു എന്ന് തോന്നിയാൽ നമുക്ക് മൊത്തത്തിൽ വറ്റി വരുന്നതിന് മുന്നേ തന്നെ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മീറ്റ് ബോൾസും കൂടി ഈ ഒരു സോസിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു മീറ്റ് ബോൾസ് ഈ സോസിലേക്ക് ഇടുന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്കായി വരണം കേട്ടോ. ഓവർ കുക്കായി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. ആ ഒരു ടൈപ്പിലേക്ക് എത്തരുത്. പക്ഷേ ആ സോസിലുള്ള ടേസ്റ്റും അതുപോലെ തന്നെ ബോൾസിലെ ടേസ്റ്റ് സോസിലേക്കും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടേസ്റ്റ് ഇറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോൾസ് ഓരോ ഭാഗവും അതിൽ കോട്ടായി വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പരിപാടിയൊക്കെ ഞാനും ചെറുപ്പത്തിൽ ഒരുപാട് ചെയ്തിട്ടുള്ള കേട്ടോ, നൂഡിൽസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവർക്ക് അത്ര പ്രാക്ടീസ് ഇല്ല, നമ്മൾ ഒറ്റ വലിക്ക് മൊത്തത്തിൽ അകത്താക്കും. ഈ ഒരു ട്രിക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇതാ നമ്മൾ സോസും മീറ്റ് ബോൾസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാസ്റ്റിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോർമൽ സ്പെഗറ്റി വിത്ത് മീറ്റ് ബോൾസ് ഇതാ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു രീതിക്ക് തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് എക്സ്ട്രാ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, ബീഫ് ആയതുകൊണ്ടും ടേസ്റ്റ് ഉണ്ടാവുമോ എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ട്, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാനിത് കുറച്ച് വൈറ്റ് സോസും കൂടി ഉണ്ടാക്കിയിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടാണോ എന്താണെന്ന് എനിക്കല്ല, അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് പറയാൻ വാക്കില്ല, അത്രയും ടേസ്റ്റി ആയിരുന്നു. ആ ഒരു മീറ്റ് ബോൾസിൻ്റെ കാര്യത്തിൽ 100% ഞാൻ ഷുവറാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഈ പാസ്ത എങ്ങനെ നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് ഡൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുത്താലോ. വൈറ്റ് സോസ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാനിൽ ഹീറ്റാക്കിയിട്ട് അതിലേക്ക് ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് അതിലേക്ക് ചെറുതാക്കി നുറുക്കിയിട്ടുള്ള ഗാർലിക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഗാർലിക് പൗഡർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഞാൻ മൈദപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇളക്കി കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മൂത്ത് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്. മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് സ്ലോ ആയിട്ട് ഇളക്കി കൊടുക്കുക. മൈദപ്പൊടി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. വേവാഞ്ഞാൽ ആ ഒരു പച്ചച്ചോയ ഉണ്ടാവും. പിന്നെ നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ട കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അത് നമ്മളിങ്ങനെ തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി എടുക്കുമ്പം ആ കട്ട മൊത്തം അലിഞ്ഞ് വന്നോളൂ കേട്ടോ. തുടക്കത്തിൽ നല്ല കട്ട കെട്ടിയ പോലെ തോന്നും. പിന്നെ നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം സോസ് വേണോ അത്രയും ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ പാൽ ഏകദേശം നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങിയ സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, പകരം പിന്നെ നമ്മൾ ഫ്ലേവറിംഗ് ഏജൻ്റ് ആയിട്ടുള്ള ആ ഒരു മിക്സ്ഡ് ഹെർബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ തുടക്കത്തിൽ ഗാർലിക് പൗഡർ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് വെളുത്തുള്ളി ഇടാഞ്ഞത്. പക്ഷേ ഈ ഒരു സമയമായപ്പോൾ ഞാനത് മറന്നു കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാനും വിട്ടുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ വൈറ്റ് സോസും സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിനെ റെഡിയാക്കി വെച്ച് ഇതിനെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വൈറ്റ് സോസും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചീസ് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസ് നമ്മൾ ബർഗറിലൊക്കെ എടുക്കുന്ന ചീസിൻ്റെ സ്ലൈസ് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ മോസറല്ല ചീസ് വാങ്ങിയിട്ട് അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ചെദാ ചീസോ പാമസനൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസാണോ അത് യൂസ് ചെയ്തിട്ട് അത് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ സ്റ്റെപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് നോർമലി ആ ഒരു പാസ്ത ഉണ്ടാക്കി അതിൻ്റെ മേലെ ആ ഒരു മാരിനാര സോസും മീറ്റ് ബോൾസും വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സ്പെഗറ്റി വിത്ത് മീറ്റ് ബോൾസ് റെഡിയാണ്. അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എക്സ്ട്രാ ഒന്ന് ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വൈറ്റ് സോസും ചീസും ഒക്കെ ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നോർമൽ സ്പെഗറ്റി വിത്ത് മീറ്റ് ബോൾസ് ഉണ്ടാക്കി നോക്കുന്നവർ ഈ ഒരു രീതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് നോക്കിട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പ്ലാനുള്ളവരും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാനൊരു 15 മുതൽ 20 മിനിറ്റാണ് ടൈമർ വെച്ചത്. പക്ഷേ മേലത്തെ ചീസ് മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മളെല്ലാ ഐറ്റംസും വെന്ത് കഴിഞ്ഞതാണ്. ഇനി ആ മേലത്തെ ചീസ് ഒന്ന് മെൽറ്റായി എല്ലാത്തിനും ഫ്ലേവർ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ അത്രയും ടൈമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ, ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞപ്പം പിന്നെ കേശ വന്നിട്ട് ഭയങ്കര കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റേക്ക് ഓണുന്ന സമയത്ത് ഓളൊന്ന് റെഡിയാക്കാൻ വേണ്ടി പോയതായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര കുക്കിങ്ങും കമൻട്രിയും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് എടുത്തതായിരുന്നു.
അങ്ങനെ നമ്മൾ പാസ്സൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഗിവ് ഇവൻ്റെ കാര്യം ആരും മറന്നു പോകണ്ട, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും കൊണ്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.